ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഏഞ്ചൽ വണ്ണിൽ ഒരു പുതിയ പ്രോ ബ്രോക്കറേജ് പ്ലാൻ വന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷത്തേക്ക് നമുക്ക് AMC ചാർജ് ഇല്ല. AMC ടോട്ടലി ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ആ പ്ലാൻ ഒന്ന് കണ്ടു നോക്കാം. ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ട് തുറക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. സ്റ്റോക്സ്, F&O, മ്യൂച്വൽ ഫണ്ട്സ്. പിന്നെ ഇതിങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സ്മോൾ കേസും സെൻസിബിൾസും ന്യൂസും സ്റ്റോക്ക് SIP, കമ്മോഡിറ്റി, F&O, ലോഞ്ച് പാഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് അവിടെയുണ്ട്. ഈ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് പോകേണ്ടത് ഈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണിക്കും. നേരെ നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബ്രോക്കറേജ് ചാർജസ് എന്നുള്ള ഈ ഒരു ഭാഗം. ഇപ്പോൾ ഇവിടെയുള്ള ബ്രോക്കറേജ് പ്ലാൻ എന്ന് പറയുന്നത് iTrade പ്രീമിയർ ആണ്. നമുക്കിവിടെ കാണാം കറണ്ട് പ്ലാൻ. അപ്ഗ്രേഡ് ടു പ്രീമിയർ പ്രോ എന്ന ഒരു സ്വിച്ചും കൂടെ നമുക്കിവിടെ കാണാം. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പ്ലാനിൻ്റെ ഒരു കമ്പാരിഷനും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇപ്പോൾ കറണ്ട് പ്ലാൻ iTrade പ്രീമിയർ പ്രോയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പ്രൊസീഡ് ടു സൈൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഇതിനാവശ്യമുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഈ പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യാൻ നമുക്കൊരു വൺ ടൈം ഫീ കൊടുക്കാനുണ്ട്. അത് 299 രൂപയാണ്. ഒക്ടോബർ 15 വരെയാണ് വാലിഡ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ മാറ്റേണ്ടവർ ഇപ്പോൾ തന്നെ മാറ്റുക. ബെനിഫിറ്റ്സ് നോക്കാം. ഒന്ന് AMC ചാർജ്, ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് 240 രൂപ പെർ ഇയർ ആണ് ഇപ്പോൾ ഉള്ള കറണ്ട് പ്ലാനിലുള്ളത്, iTrade പ്രീമിയറിലുള്ളത്. വേറെ ഒരു പ്ലാൻ കൂടിയുണ്ട്, വാല്യൂ ആഡഡ് പ്ലാനും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുക വാല്യൂ ആഡഡ് പ്ലാൻ എന്നായിരിക്കും ഇവിടെ കാണിക്കുക. എൻ്റെ iTrade പ്രീമിയർ പ്ലാൻ ആയതുകൊണ്ടാണ് അത് ഇവിടെ കാണിക്കുന്നത്. അതിന് ബ്രോക്കറേജ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഏത് പ്ലാൻ ആണെങ്കിലും iTrade പ്രീമിയർ പ്രോയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രോക്കറേജ് ഈ പറയുന്ന ബ്രോക്കറേജുമായിട്ട് സെയിം ആയിരിക്കും. ഇവിടെ AMC ചാർജ് നമുക്ക് 10 വർഷത്തേക്ക് 0 ആണെന്ന് കാണാം. അപ്പോൾ ഇതിലേക്ക് ഒറ്റ തവണ നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് നമുക്ക് AMC ചാർജ് കൊടുക്കണ്ട, ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് കൊടുക്കണ്ട. അതിനുശേഷം നമുക്ക് താഴേക്ക് പോവാം. വാല്യൂ ആഡഡ് സർവീസ്, പ്രീമിയം സ്ക്രീനർ ഇപ്പോൾ നിലവിലുള്ള എൻ്റെ ഈ പ്ലാനിലില്ല. ആരുടെയും പ്ലാനിൽ അതുണ്ടാവില്ല. എന്നാൽ iTrade പ്രീമിയറിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് പ്രീമിയം സ്ക്രീനേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി സ്മോൾ കേസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്മോൾ കേസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. സ്മോൾ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് ആണ്, ഏതെങ്കിലും ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പോൾ അത് പെയ്ഡ് സർവീസ് ആണ്. എന്നാൽ പ്രീമിയർ പ്രോയിലേക്ക് മാറുമ്പോൾ എല്ലാ പ്ലാനിനും 50% ഓഫ് നമുക്ക് ലഭിക്കും. അടുത്തത് ടെക്നോ ഫണ്ട അഡ്വൈസറി ആണ്. ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ അഡ്വൈസറി ആണ്. ഇത് പവേഡ് ബൈ ഏഞ്ചൽ വൺ തന്നെയാണ്. ഈ പ്ലാനിന് നിലവിൽ ക്യാഷ് കൊടുക്കണം, പെയ്ഡ് സർവീസാണ്. എന്നാൽ മിനിമം 50% ഓഫ് ഉണ്ടാവും iTrade പ്രീമിയർ പ്രോ പ്ലാനിൽ. അതുപോലെ സെബി രജിസ്റ്റേർഡ് എക്സ്പേർട്ട് അഡ്വൈസറി ഉണ്ട്. അത് വന്നിട്ടില്ല, അത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിലിപ്പോൾ ചാർജ് ഈടാക്കുന്നില്ല, കാരണം അത് വന്നിട്ടില്ല ആ സർവീസ്. എന്നാൽ ആ സർവീസ് വരുമ്പോൾ ഇത് പെയ്ഡ് സർവീസ് ആയിരിക്കും. അപ്പം ആ ഒരു സർവീസ് ചാർജിൻ്റെ 50% നമുക്ക് ഓഫ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്പേർട്ട് RIA ഇക്വിറ്റി ബാസ്ക്കറ്റ്, അതും കമ്മിങ് സൂണാണ്. എന്നാൽ നിലവിൽ ആ ഒരു സർവീസ് പെയ്ഡായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, പെയ്ഡ് സർവീസാണ്. അതിന് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് കാണിച്ചിട്ടില്ലെങ്കിലും ഡിസ്കൗണ്ട് ലഭിക്കും. ഇനി കൊമേഴ്ഷ്യലിലേക്ക് പോവുകയാണെങ്കിൽ MTF ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്യുന്നവർ അറിയാലോ. നമ്മൾ നിലവിലുള്ള ഒരുപാട് സ്റ്റോക്കുകൾക്ക് MTFൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അതിൻ്റെ ഒരു റെക്കമെൻഡേഷൻസ് ഡെയിലി ബേസ് തന്നെ വരുന്നുമുണ്ട്. അതായത് ഇപ്പോൾ 4 ഇരട്ടിയൊക്കെ നമുക്ക് ലീവറേജ് ലഭിക്കും ആ സ്റ്റോക്കുകൾക്ക്. അപ്പോൾ ഇങ്ങനെ എടുത്ത് അത് ഇൻട്രാഡേക്ക് മാത്രമല്ല കേട്ടോ, ഡെലിവറിക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കടമെടുക്കുന്ന പൈസയ്ക്ക് 14.99% ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇത് ആനുവലി ആണ്. ഇതിൽ 2% കുറവുണ്ടാവും. 12.99% ഇൻട്രസ്റ്റ് കൊടുത്താൽ മതിയാവും. അപ്പോൾ വലിയ എമൗണ്ടൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ 2% തന്നെ ഒരു വലിയ തുകയാണ്. അതവർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. 12.99% MTF ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇനി ഷോർട്ട് ഫാൾ ഇൻട്രസ്റ്റ് 50,000 രൂപയ്ക്ക് വരെ നിലവിലുള്ള എൻ്റെ ഈ പ്ലാനിൽ ഫ്രീ ആണ്. എന്നാൽ 5 ലക്ഷം രൂപയ്ക്ക് വരെ iTrade പ്രീമിയർ പ്രോ പ്ലാനിൽ 0 ആണ്. 50,000 മുകളിൽ 12% ഞാനിവിടെ ഷോർട്ട് ഫാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. എന്നാൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഷോർട്ട് ഫാൾ വന്നിട്ടുണ്ടെങ്കിൽ 10% ഇൻട്രസ്റ്റ് ഈ പ്രീമിയർ പ്രോ പ്ലാൻ എടുക്കുന്നവർക്ക് കൊടുത്താൽ മതിയാവും. അടുത്തതായിട്ട് പ്ലെഡ്ജ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ട് അക്കൗണ്ടിൽ ക്യാഷ് വെച്ച് അത് ഉപയോഗിച്ച് സ്റ്റോക്കുകൾ മേടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഏഞ്ചൽ വണ്ണിൽ അത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്ലെഡ്ജ് ചെയ്ത സ്റ്റോക്കുകൾ വിൽക്കുമ്പോൾ അത് അൺപ്ലെഡ്ജ് ആകും, ഓട്ടോമാറ്റിക്കലി അത് അൺപ്ലെഡ്ജ് ആകും. ഇങ്ങനെ അൺപ്ലെഡ്ജ് ചെയ്യുമ്പോൾ നിലവിലുള്ള പ്ലാൻ അനുസരിച്ച് 20 രൂപ ചാർജ് ഉണ്ട്. എന്നാൽ iTrade പ്രീമിയർ എടുക്കുമ്പോൾ അത് തികച്ചും ഫ്രീ ആണ്. ഇനി DDPI ആക്ടിവേഷൻ ഫീസ് അത് 118 രൂപയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ TPIN അടിച്ചിട്ടായിരിക്കുമല്ലോ സ്റ്റോക്കുകൾ സെല്ല് ചെയ്യുന്നത്. എന്നാൽ ഈ DDPI ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TPIN അടിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് നമുക്ക് സ്റ്റോക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെയിലി ഈ TPIN അടിക്കുക എന്നുള്ളതൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് DDPI ആക്ടിവേഷൻ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ചാർജ് വരുന്നത് 118 രൂപയാണ്. വൺ ടൈമാണ്. ആ ഒരു ചാർജ് കൂടെ ഫ്രീ ആണ്.
ഇപ്പോൾ കോൾ ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് 20 രൂപയാണ് ഒരു കോൾ ആൻഡ് ട്രേഡിന് ചാർജ് ചെയ്യുന്നത്. ബ്രോക്കറേജ് കൂടാതെ ആയിരിക്കും 20 രൂപ വരുന്നത്. ഏഞ്ചൽ വണ്ണിൽ നേരിട്ട് കോൾ ചെയ്തിട്ട് നമുക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെ പറയാം, അവരത് ചെയ്യും. എന്നാൽ ഈ പ്രീമിയർ പ്രോ പ്ലാനിൽ അത് ഫ്രീ ആണ്. ഇനി പ്രീമിയർ പ്രോ പ്ലാനിൽ വരുന്ന ഇക്വിറ്റി ഡെലിവറിക്ക് മിനിമം ചാർജ് 0.1% ആണ്, മാക്സിമം 20 രൂപയാണ്. എന്നാൽ പ്രീമിയർ പ്രോ പ്ലാനിൽ മിനിമം ചാർജ് 0.3%ഉം മാക്സിമം ചാർജ് 30 രൂപയാണ്. ഇവിടെയാണ് ഒരു ചെറിയ കൂടുതൽ നമ്മൾ കാണുന്നത്. എന്നാൽ വാല്യൂ ആഡഡ് പാക്കൊക്കെ എടുക്കുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇൻട്രാഡേക്ക് 0.03% ആണ് മിനിമം ചാർജ് വരുന്നത്, മാക്സിമം 20 റുപ്പീസാണ്. എന്നാൽ പ്രോയിലേക്ക് വരുമ്പോൾ അത് 0.03% തന്നെയാണ് മിനിമം ചാർജ്, മാക്സിമം ചാർജ് 30 രൂപയാണ്. അപ്പോൾ ഇതിലേതാണോ കുറവ് ആ ഒരു ചാർജ് ആയിരിക്കും എടുക്കുക. ഇക്വിറ്റി ഡെലിവറിക്ക് മിനിമം 2 റുപ്പീസ് ഉണ്ട് കേട്ടോ വാങ്ങുമ്പോൾ. 0.1% ആണെങ്കിലും ഈ 0.1% എന്ന് പറയുന്നത് 2 രൂപയ്ക്ക് താഴെയാണെങ്കിൽ 2 രൂപ എടുക്കും. ഇനി പ്ലെഡ്ജ് ചെയ്യാനായിട്ട് മാറ്റമൊന്നുമില്ല. നമ്മളൊരു സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്യുമ്പോൾ 20 രൂപ ചാർജ് എടുക്കുന്നുണ്ട്. അത് ഈ പ്രീമിയർ പ്രോയിലും 20 രൂപ എടുക്കുന്നുണ്ട്. ഇനി F&O കമ്മോഡിറ്റി കറൻസി, ഇതിന് ഇപ്പോൾ നിലവിലുള്ള എൻ്റെ പ്ലാനിൽ 20 രൂപയാണ് ബ്രോക്കറേജ്. എന്നാൽ പ്രോ എടുക്കുമ്പോൾ അത് 30 രൂപയായിട്ട് മാറും. അപ്പോൾ ഇത്രയുമാണ് പ്രീമിയർ പ്രോയിലേക്ക് മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ ഇത്രയുമാണ് ഈ 2 പ്ലാനിനെ കുറിച്ചും പറയാനുള്ളത്. ഇത് കൂടാതെ വാല്യൂ ആഡഡ് പാക്ക് എന്ന് പറയുന്ന മറ്റൊരു പ്ലാൻ കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറാനായിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുക ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ, എന്നിട്ട് പ്രൊസീഡ് ടു ഇ സൈൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ ചോദിക്കും. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു OTP ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് വരും. അപ്പോൾ ഈ ഭാഗത്തും ടിക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ OTP മൊബൈലിലേക്ക് വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാൻ നമുക്ക് ആക്റ്റീവ് ആവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് എടുത്തവർ വാട്സപ്പിൽ ഒന്ന് അറിയിക്കുക. ഞാൻ ഏഞ്ചൽ വണ്ണിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആണ്. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.